എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ പങ്കുവച്ച മുരുദേശ്വർ വീഡിയോയുടെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ യാത്ര മൂകാംബികയിലേക്കാണ്. മുരുദേശ്വറിൽ നിന്നും ഏതാണ്ട് 60 കിലോമീറ്റർ ദൂരം, 1.5 മണിക്കൂർ കൊണ്ട് ചെന്നെത്താവുന്ന യാത്ര. മുൻകൂർ ജാമ്യമെന്ന നിലയിൽ പറയട്ടെ, യാത്രയിൽ പകർത്തിയിരിക്കുന്ന അത്രയും വഴിയിലെ പച്ചപ്പിൻ്റെ കാഴ്ചകളാണ്. ഒരുപാടായി ബോറടിക്കുന്നെങ്കിൽ സദയം ക്ഷമിക്കുക. കർണാടകത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിലാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും ട്രെയിനിൽ വരുന്നവർക്ക് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ക്ഷേത്ര പരിസരത്തേക്ക്. യാത്രയിൽ അത്രയും ഹെയർ പിൻ വളവുകളാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഇടുക്കിയിലെ വഴികളിൽ കൂടെയാണോ കടന്നു പോകുന്നതെന്ന് തോന്നും. അത്രത്തോളം സിമിലാരിറ്റി ഉണ്ട്. പശ്ചിമഘട്ടത്തിലെ മൊത്തം ഒരു സ്ട്രക്ചർ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. കുടജാദ്രി മലനിരകളുടെ അടിവാരത്തിൽ സൗപർണിക നദിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹര സ്ഥലമാണ് മലയാളികളുടെ ഈ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രം. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു രത്നക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം. സന്ധ്യ ആയപ്പോഴാണ് ഞങ്ങൾ മൂകാംബികയിൽ എത്തിച്ചേർന്നത്. തലേദിവസം വൈകുന്നേരം തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് കൂടുതൽ പ്രായമായവരൊക്കെ അല്പം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷേത്ര ദർശനം രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും ഞങ്ങൾ കുറച്ച് പേരും മാത്രം വൈകുന്നേരം ക്ഷേത്ര പരിസരമൊക്കെ ഒന്ന് കാണാനിറങ്ങി. നിറയെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷമാണ് മൂകാംബികയിലേത്. വൈകുന്നേരം അതിലേക്കൂടെയൊക്കെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു. കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നിടത്ത് ഏതോ ഒരു ടീമിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും ഒക്കെ നൃത്ത പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം അതുമൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. മൂകാംബിക ദേവിയുടെ ഐതിഹ്യം കൂടി നമുക്കൊന്ന് നോക്കിയാലോ. കോലമഹർഷിയുടെ പേരിൽ നിന്നാണ് കൊല്ലൂർ എന്ന നാമം ഉണ്ടായെന്നാണ് പറയുന്നത്. കോലമഹർഷി ദിവ്യനായ ഒരു മുനിയായിരുന്നു. അദ്ദേഹം ദേവിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോ തപസ്സോ ഒന്നും പൂർത്തിയാക്കാൻ കാമാസുരൻ എന്നു പേരായൊരു അസുരൻ സമ്മതിച്ചില്ല. കാമാസുരനൊരു പ്രത്യേകതയുണ്ട്. പുരുഷന്മാരാൽ താൻ വധിക്കപ്പെടുകയില്ല എന്ന് ദേവൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിരിക്കുകയാണ് കാമാസുരൻ. അതും സാക്ഷാൽ പരമശിവൻ്റെ. ആ അഹങ്കാരത്തിലാണ് അയാൾ. ഒടുവിൽ ഗത്യന്തരമില്ലാതായപ്പോൾ എല്ലാവരും ദേവിയെ പ്രാർത്ഥിച്ചു. ദേവി കാമാസുരൻ്റെ ശബ്ദമില്ലാതാക്കി അയാളെ മൂകാസുരനാക്കി മാറ്റിക്കളഞ്ഞു. എന്നിട്ടും മൂകാസുരൻ്റെ അഹങ്കാരം മാറുന്നില്ല. ഒടുവിൽ വളരെ കഴിഞ്ഞ് വീരഭദ്രൻ്റെ സഹായത്തോടുകൂടി പാർവതി അയാളെ ഇല്ലാതാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മൂകാസുരനെ വധിച്ചതുകൊണ്ടാണ് ഇവിടുത്തെ ദേവി പ്രതിഷ്ഠ മൂകാംബിക എന്നറിയപ്പെടുന്നത് അത്രേ. രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിന് ശേഷം അന്നത്തെ മെയിൻ ഐറ്റം കുടജാദ്രി ട്രക്കിംഗ് ആയിരുന്നു. സർവജ്ഞപീഠത്തിലേക്കൊരു യാത്ര. അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് വെളുപ്പിന് ഏതാണ്ട് 5 മണി മുതൽ ജീപ്പ് സർവീസുകളുണ്ട്. ഷെയർ ആയിട്ടും പോകാം, ഒരു കൂട്ടർക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഒരു ജീപ്പ് എടുത്തും പോകാം. നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് നമ്മളെല്ലാവരും അതിലാണ് പോയത്. അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് യാത്ര തുടങ്ങി കുറച്ച് ദൂരം വരെ ടാറിട്ട റോഡാണ്. വളഞ്ഞു പൊളഞ്ഞു പോകുന്നു എന്നല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കഥ മാറി. അതിനിടയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഡ്രൈവർ പറഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള സ്നാക്സും വെള്ളവും ഒക്കെ കരുതി കയ്യിൽ വെച്ചു. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഒരു ഓഫ് റോഡ് ഡ്രൈവിൻ്റെ എല്ലാ സവിശേഷതകളും മനസ്സിലായത്. ഉള്ളിലുള്ളതെല്ലാം പുറത്ത് ചാടി പോകുന്നവരെ പേടിച്ചു പോയി. തിരിഞ്ഞും മറിഞ്ഞും കുലുങ്ങിയും. ഡ്രൈവറാണ് ശരിക്കും നമ്മുടെ ദൈവം. എതിരെ വരുന്ന ജീപ്പിനെയൊക്കെ വെട്ടിച്ചും സൈഡ് കൊടുത്തൊക്കെ ഇവർ പോകുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നിത്യത്തൊഴിലുള്ള അഭ്യാസം എന്നൊക്കെ പറയാം. പക്ഷേ സ്ഥിരമായിട്ടിത് കാണാത്ത ആൾക്കാർക്ക്, നമ്മളെപ്പോലുള്ളവർക്ക് ഇത് ഭയങ്കര കൗതുകമാണ്. ഞങ്ങൾ ഏതാണ്ട് 10-10:30 ആയപ്പോഴാണ് യാത്ര തുടങ്ങിയത്. കുറച്ചുകൂടെ വെളുപ്പിനെ ഒരു 6-7 മണിയോടൊക്കെ വന്നാൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് പോകാനും വലിയ ആ വെയിൽ ഏൽക്കാതിരിക്കാനും പറ്റിയേനെ. അതുമാത്രമല്ല, മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഈ മൺപാത മൊത്തം കുറച്ചും കൂടി പച്ചപ്പിലായിട്ട് കാണാൻ സാധിച്ചേനെന്ന് പറയുന്നുണ്ട്. കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാകും. അവിടെ നിന്ന് അങ്ങോട്ട് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ എത്രത്തോളം കവറുകളും കുപ്പികളൊക്കെ ഉണ്ടെന്ന് അവർ നോക്കും. അതനുസരിച്ച് നമ്മളൊരു ഫീസ് അവിടെ ഈടാക്കണം. തിരികെ വരുമ്പം അത്രയും തന്നെ എല്ലാം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ അവിടെ റീഫണ്ട് ചെയ്ത് തരും. അതൊരു വളരെ നല്ല കാര്യമായിട്ട് തോന്നി. ചുറ്റും പച്ചപ്പും നടുക്കൊരു ചെമ്മൺ പാതയും ആകെ മൊത്തം കുലുക്കും ഇളക്കവും. വല്ലാത്തൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ മലയുടെ അടിവാരത്തിലെത്തി. ജീപ്പുകളെല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്.
ഇതാണ് മൂലസ്ഥാനം എന്നറിയപ്പെടുന്നത്. അവിടെ ഒരു പൂജാരിയൊക്കെ ഉണ്ട്. അതേപോലെ അത്യാവശ്യം കുടിവെള്ളത്തിനുള്ള സൗകര്യവും ഒക്കെ ആ ഭാഗത്തുണ്ട്. ജീപ്പ് ഡ്രൈവർ പറഞ്ഞത് ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് മുകളിലേക്ക് പോയി വരാമെന്നാണ്, 2 കിലോമീറ്റർ ദൂരം. അങ്ങനെ ഞങ്ങൾ സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒരുപാട് കുത്തനെയെന്ന് പറഞ്ഞുകൂടാ, എന്നാലും അത്യാവശ്യം കുത്തനെയുള്ള കയറ്റമാണ്. പക്ഷേ പ്രായമായ ആൾക്കാരും കുഞ്ഞുങ്ങളും പോലും മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരുന്നത് കാണാമായിരുന്നു. വെയിലത്തുള്ള നടപ്പ് ആരംഭിച്ചപ്പോഴാണ് ശരിക്കും കുറച്ചും കൂടി നേരത്തെ വരേണ്ടതായിരുന്നു എന്നുള്ള തോന്നൽ ശക്തിയായത്. എന്നാലും വശങ്ങളിലെ കാഴ്ചകളും ആ പർവ്വതങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് മുമ്പോട്ടുള്ള യാത്ര രസകരം തന്നെയായിരുന്നു. ഇടയ്ക്കിടെ തണലിടങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം റെസ്റ്റൊക്കെ എടുക്കാം. കുറച്ചൊന്ന് ക്ഷീണിച്ചും തോന്നുകയാണെങ്കിൽ ആ അറ്റത്തേക്ക് എന്ന് താഴേക്കൊന്ന് നോക്കിയാൽ മതി. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണെന്നോ പശ്ചിമഘട്ടത്തിൻ്റെ ആ മനോഹാരിത. വളരെ ഫോട്ടോഗ്രാഫിക് ലുക്കാണ്. പക്ഷേ നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ അറിയണം. എൻ്റെ ഫോട്ടോഗ്രാഫിക് സ്കില്ല് വളരെ പരിമിതമായതുകൊണ്ട് ആ ഭംഗി അത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നല്ല സംശയമാണ്. വേനൽക്കാലത്തല്ലാണ്ട് കുടജാദ്രിയിലേക്ക് ട്രെക്കിങ്ങിന് പോകുന്ന മറ്റു ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഈ ഭാഗങ്ങളിൽ മൊത്തം പച്ചപ്പാണ്, പിന്നെ കോടമഞ്ഞും. അതൊരു വേറെ കാഴ്ചയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും ആ ഭംഗിക്ക് അത്ര കുറവൊന്നുമില്ല കേട്ടോ. മേഘവും മലയും എല്ലാം കൂടെ ചേർന്ന് ഒന്നായിട്ട് തീരുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച. കുട്ടികളും ഈ യാത്ര വളരെ എൻജോയ് ചെയ്തെന്ന് വേണം പറയാൻ. അമ്പലം, ഭക്തി അത്തരം കാര്യങ്ങളിലൊന്നും കാര്യമായി ശ്രദ്ധയർപ്പിക്കുന്നില്ലെങ്കിലും ഈ നടപ്പും ട്രക്കിങ്ങും ഒക്കെ അവർ വളരെ ആസ്വദിച്ചു. മുൻപ് ഭൂട്ടാനിൽ ടൈഗേഴ്സ് നെസ്റ്റിലേക്ക് പോയ ഒരു ട്രക്കിങ്ങിൻ്റെ അനുഭവം വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഈ പാതകളൊക്കെ അതേപോലെ വളരെ സിമിലറായിട്ട് തോന്നി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദിശങ്കരുമായി ബന്ധപ്പെട്ടതാണ് സർവജ്ഞപീഠത്തിൻ്റെ കഥ. അദ്ദേഹം ധ്യാനനിരതനായി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും മൂകാംബികയിലെ പോലെ കേരളത്തിലും ഒരു ദേവി പ്രതിഷ്ഠ വേണമെന്ന ആഗ്രഹത്തിൽ അദ്ദേഹം തന്നോടൊപ്പം കേരളത്തിലേക്ക് വരാൻ ദേവിയോട് ആവശ്യപ്പെട്ടെന്നും ശങ്കരൻ്റെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി അതിന് സമ്മതിച്ചുവെന്നും പറയുന്നു. പക്ഷേ താൻ ഉണ്ടോ എന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാതെ ശങ്കരൻ തിരിഞ്ഞു നോക്കിയെന്നും ദേവി അവിടെ തന്നെ പ്രതിഷ്ഠിതയാകുകയാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ അറിവിൻ്റെയും ഉന്നത സ്ഥാനം എന്നാണ് സർവജ്ഞപീഠം അറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിലെ ശാരദാപീഠത്തിലെ സർവജ്ഞപീഠവും ഇതുപോലെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങളും സർവജ്ഞപീഠത്തിനരികെ എത്തി. ആദിശങ്കരൻ്റെ സ്ഥലം. ഇത്രയും ദൂരം നടന്ന് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നൊരു അനുഭവം വളരെ പ്രത്യേകതയുള്ളത് തന്നെയാണ് കേട്ടോ. എന്തോ ഒരു സായുജ്യം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഒരു ഗ്രൂപ്പ് ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു, കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. എന്തോ ഒരു പൂജ പോലെയെന്ന് ആദ്യം കരുതിയത്. അവരതിങ്ങനെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ആ പ്രതിമ കാണാൻ മാത്രം പറ്റിയില്ല. കയറ്റത്തിൻ്റെ അത്രയും പ്രയാസം ഉണ്ടായിരുന്നില്ല ഇറക്കം. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തിരികെ എത്തി. ജീപ്പിൽ വീണ്ടും താഴേക്ക് പോയി. വീണ്ടും വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന മൺപാതയിലൂടെ ക്ഷേത്ര പരിസരത്തേക്ക്. മൂകാംബിക ക്ഷേത്രവും കുടജാദ്രിയും സർവജ്ഞപീഠവും ഒക്കെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി. യാത്രയിൽ അനുഗമിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സാരംഗി സ്പീക്സിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.